2020 ലോകകപ്പിൽ ഇന്ത്യക്ക് ജയത്തുടക്കം. അമേരിക്കയെ 30 റൺസിന് പരാജയപ്പെടുത്തി അർദ്ധ സെഞ്ചുറി നേടിയ സൂര്യകുമാർ യാദവാണ് കളിയിലെ താരം. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഇടമില്ല. ആദ്യം ഞെട്ടി, പിന്നെ തിരിച്ചടിച്ചു. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ അമേരിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് ജയം. ടോസ് നേടി ബോളിംഗ് തെരഞ്ഞെടുത്ത അമേരിക്ക ആദ്യ ഓവറിൽ തന്നെ നയം വ്യക്തമാക്കി. സൗരഭ് നേത്രവൽക്കറിന്റെ പന്തുകൾ ഇഷാനെ വലച്ചു. സിക്സർ നേടി ഇഷാൻ തിരിച്ചടിച്ചെങ്കിലും അടുത്ത ഓവറിൽ അഭിഷേക് ശർമ്മ നേരിട്ട ആദ്യ പന്തിൽ പുറത്ത്. പിന്നാലെ തുടരെ വിക്കറ്റുകൾ വീണപ്പോൾ പവർ പ്ലേയിൽ ഇന്ത്യ 4-46 എന്ന നിലയിൽ. 13ാം ഓവറിൽ 7ാം വിക്കറ്റ് വീഴുമ്പോൾ ഇന്ത്യയുടെ അക്കൗണ്ടിൽ 76 റൺസ് മാത്രം. പിന്നീട് വാങ്കഡെ സാക്ഷ്യം വഹിച്ചത് ഉദിച്ചുയർന്ന സൂര്യ തേജസ്സിന്. നായകൻ സൂര്യ ഒരിക്കൽ കൂടി വാങ്കഡയുടെ വീരപുത്രനായപ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡ് ചലിച്ചു തുടങ്ങി. ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും പ്രഹരിച്ച സൂര്യ 49 പന്തിൽ അടിച്ചെടുത്തത് 84 റൺസ്. നായകന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് 4 സിക്സും 10 ഫോറും. അവസാന ഓവറിൽ മാത്രം അടിച്ചെടുത്തത് 21 റൺസ്. മത്സരത്തിന്റെ ഗതി മാറ്റിയതും ഈ വെടിക്കെട്ട് തന്നെ. മറുപടി ബാറ്റിംഗിൽ സിറാജും അർഷ്ദീപ് സിംഗും ചേർന്ന അമേരിക്കയെ വരിഞ്ഞു മുറുക്കി. പവർ പ്ലേ കഴിയുമ്പോൾ അമേരിക്ക 3-31 എന്ന നിലയിൽ. എന്നാൽ ശ്രദ്ധയോടെ ബാറ്റ് വീശിയ മിലിന്ദ് കുമാറും സഞ്ജയ് കൃഷ്ണമൂർത്തിയും ഒരു ഘട്ടത്തിൽ മത്സരം കൈപ്പിടിയിലാക്കുമെന്ന് കരുതി. ഇരുവരെയും മടക്കിയ വരുണും അക്ഷറും റൺസ് വിട്ടുകൊടുക്കാൻ പിശുക്ക് കാട്ടിയതോടെ അമേരിക്കൻ പോരാട്ടം 29 റൺസ് അകലെ അവസാനിച്ചു. ഇന്ത്യൻ നിരയിൽ 4 പേർ മാത്രമാണ് രണ്ടക്കം കടന്നത്. ബാറ്റിംഗ് തകർച്ചയുടെ കാരണങ്ങൾ ഇന്ത്യ പരിശോധിക്കുമെന്ന് ഉറപ്പ്. മലയാളി താരം സഞ്ജുവിന് അമേരിക്കയ്ക്കെതിരെ ടീമിൽ ഇടമുണ്ടായില്ല. ലോകകപ്പിൽ ഇന്ത്യ അഭിഷേക് ഇഷാൻ ഓപ്പണിംഗ് സഖ്യത്തെയാവും ഇറക്കുക. സഞ്ജുവിന് ലോകകപ്പിൽ പാടണിയാനുള്ള സാധ്യത ഇതോടെ ഏകദേശം അവസാനിച്ചു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.